അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വരുമ്പോൾ വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആർ അൺഈക്വൽ ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ. അപ്പോൾ 1,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ 7 വർഷമാണ് ഒരു ബിസിനസ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വർഷം 10,000 കിട്ടി നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, രണ്ടാമത്തെ വർഷം 20,000, മൂന്നാമത്തെ വർഷം 40,000, അഞ്ചാമത്തെ വർഷം 50,000. അങ്ങനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആകുന്ന ഭാഗമാണ് എന്ത് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു 1,00,000 ഇൻവെസ്റ്റ് ചെയ്തു. ക്യാഷ് ഇൻഫ്ലോസ് ഫസ്റ്റത്തെ വർഷം 10,000, രണ്ടാമത്തെ വർഷം 15,000, മൂന്നാമത്തെ വർഷം 25,000, നാലാമത്തെ വർഷം 30,000, അഞ്ചാമത്തെ വർഷം 30,000. അങ്ങനെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ആറ് കിട്ടി. ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്, ഇപ്പോൾ 1,00,000 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോരോ വർഷം നമ്മൾ എന്ത് ക്യുമുലേറ്റീവായിട്ട് കാണുക. ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യുമുലേറ്റീവായി കാണുക. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി, ഫസ്റ്റത്തെ വർഷം എനിക്ക് എത്ര കിട്ടി, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്ര 1 lakh ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ 1 lakh ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ 1 lakh. ഫസ്റ്റത്തെ വർഷം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റത്തെ വർഷം ഫസ്റ്റത്തെ വർഷം 10,000, പിന്നെ 15, 25. ഫസ്റ്റത്തെ വർഷം 10,000 കിട്ടി, രണ്ടാമത്തെ വർഷം 15,000 കിട്ടി, മൂന്നാമത്തെ വർഷം 25,000 കിട്ടി, നാലാമത്തെ വർഷം 30,000 കിട്ടി, അഞ്ചാമത്തെ വർഷം 30,000 കിട്ടി. അങ്ങനെ 5 വർഷമാണ് ഈ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കാണണം. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഫസ്റ്റത്തെ വർഷം 10,000, രണ്ടാമത്തെ വർഷം 15,000 കൂട്ട് 10,000 പ്ലസ് 15,000, 15,000 പ്ലസ് 15,000 കൂട്ടി എത്ര കിട്ടും, 25,000. 25,000 ഈ അടിയത്തെ 25,000 കൊണ്ട് പ്ലസ് ചെയ്താൽ എത്ര കിട്ടും, 50,000. പിന്നെ ഈ 50,000 ഈ 30,000 പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 80,000. പിന്നെ ഈ 80,000 ഈ 30,000 പ്ലസ് ചെയ്താൽ 80,000, 30,000, 1,10,000 കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ 1,10,000 ആകുമ്പോൾ നമുക്ക് കറക്റ്റ് 1,00,000 കിട്ടണില്ല. കറക്റ്റ് എന്താ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തത് അത് എത്ര വർഷങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ 5 വർഷമാകുമ്പോൾ 1,10,000 ആവുന്നുണ്ട്. അവിടെ പ്രോഫിറ്റും കൂടി പ്ലസ് 10,000 കൂടുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് 10,000 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ നാലാമത്തെ വർഷം 80,000 ഇത് നമുക്ക് എത്ര ആവശ്യമുണ്ട്, 20,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. 20,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഈ 20,000 രൂപ ആവശ്യമുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കാണുമ്പോൾ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാണുക. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാണുമ്പോൾ 5-ാമത്തെ വർഷം 1,10,000 എടുക്കുന്നുണ്ട്. ഈ 1,10,000 ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കരുത്. കാരണം അതിന് മുന്നത്തെ വർഷം നമുക്ക് എടുത്തിട്ട് അതിൽ നമുക്ക് ഇനി എത്ര രൂപയാണ് ആവശ്യം, 20,000 രൂപയാണ് നമുക്ക് ആവശ്യം. ആ 20,000 അവിടെ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 20,000 നമ്മൾ ഏത് ഇതെന്നാണ് എടുക്കുക നോക്കുക. 20,000 നമ്മൾ എത്രാമത്തെ, ഈ 20,000 രൂപ നമ്മൾ ഇതിന്ന് എടുക്കേണ്ടത് ഈ 5-ാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ 30,000 രൂപ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പേ ബാക്ക് പീരിയഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ 20,000 ഡിവൈഡഡ് ബൈ 30,000 എടുക്കണം. 20,000 2/3 കിട്ടും. 2/3 കിട്ടും. ഈ 2/3 ഓഫ് നോക്കണം. ഈ 2/3 പറഞ്ഞൊരു ഇയറാണ്, 8 മന്ത്. 2/3 എന്ന് പറഞ്ഞാൽ 8 മന്താണ് പറയണത്. ഓക്കെ അല്ലേ. അതിൽ നമ്മൾ പേ ബാക്ക് കാൽക്കുലേറ്റ് പീരീഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇയർ ഓഫ് ഫുൾ റിക്കവറി എത്ര വർഷം കൊണ്ട് നമ്മളിപ്പോൾ 4 വർഷം, 4-ാമത്തെ വർഷം നമുക്ക് 80,000 കിട്ടണത്. ഇയർ ഓഫ് റിക്കവറി 4 വർഷം. നെക്സ്റ്റ് നമ്മൾ പ്ലസ് അൺറിക്കവേർഡ് എമൗണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു 20,000 ബൈ 30,000. അപ്പോൾ നമ്മൾ ആദ്യം തരുന്ന 20,000 2/3 ആണ് കിട്ടുന്നത്. 20,000 അപ്പോൾ 4 വർഷം എടുക്കുന്നുണ്ട്. 2/3 ആണ്. അപ്പോൾ 2/3 പറഞ്ഞാൽ ഇത് മന്താണ് പറയണത്. മനസ്സിലായോ? 4 പ്ലസ് 2/3 എന്ന് പറയുന്നത് മന്താണ്. 2/3 എന്ന് പറയുന്നത് എത്ര മന്താണ്, 8 മന്ത്.
2/3 എന്ന് പറയുന്നത് 8 മന്ത്. അപ്പോൾ 4 വർഷം 8 മാസം വേണം എന്ത് പറയണത് നമുക്ക് ഈ ഒരു 1 ലക്ഷം നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 വർഷം 80,000 ബാക്കി 20,000 കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് 20,000 ഡിവൈഡഡ് ബൈ ഏതെന്നാണോ നമുക്ക് എടുക്കേണ്ടത് 30,000 നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 30,000 ചെയ്താൽ 2/3 നമ്മൾ എന്ത് ചെയ്യണം വർഷത്തിന് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 2/3 ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 8 എന്ന് കിട്ടും. അപ്പോൾ 4 വർഷം 8 മാസമാണ് നമുക്കൊരു ഈ ഒരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പേ ബാക്ക് പീരീഡ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വലായിട്ടും അൺഈക്വലായിട്ടുള്ള മെത്തേഡ് നമ്മൾ നോക്കി. നെക്സ്റ്റ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര വർഷം കൊണ്ട് നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു വിട്ടാൻ കഴിയും നോക്കുക. നെക്സ്റ്റ് നമ്മൾ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റും കൂടി കണ്ടുപിടിക്കുന്നതിനാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ഫോളോയിങ് പ്രൊജക്റ്റ് കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡും കാണാം, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് കാണാം. നമുക്ക് എത്രയാണോ ക്യാഷ് ഔട്ട് ഫ്ലോ 10,000 രൂപന് ക്യാഷ് ഔട്ട് ഫ്ലോ 10,000 1 lakh വേണം നമുക്കുള്ള ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 20,000. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 20,000. അതൊരു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 പ്രൊജക്റ്റാണ് പറയുന്നത്. പ്രൊജക്റ്റ് എയും പ്രൊജക്റ്റ് ബിയും ഉണ്ട്. അതിൽ ഇതിൻ്റെ ക്യാഷ് ഔട്ട് ഫ്ലോ പ്രൊജക്റ്റ് ബിൻ്റെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് എത്ര 1 lakh. അപ്പോൾ രണ്ടിൻ്റെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് 1 lakh ആണ്. രണ്ടിൻ്റെ ക്യാഷ് ഔട്ട് ഫ്ലോ 1 lakh ആണ്. ഇതൊരു ക്യാഷ് ഇൻഫ്ലോസ് എന്താ ഈക്വൽ ആയിട്ടുള്ള മെത്തേഡും ഇത് ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആയിട്ടുള്ളതാണുള്ളത്. ഇത് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആയിട്ട് ഇത് ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആണ്. ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ലൈഫ് 8 വർഷം, ഇതിൻ്റെ ലൈഫും 8 ഇയേഴ്സുമാണ്. ഇതിൻ്റെ ലൈഫും 8 വർഷമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 8 വർഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ 20,000 രൂപയും ഇതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ഫസ്റ്റത്തെ വർഷം നമുക്ക് എത്ര കിട്ടും, ഫസ്റ്റത്തെ 3 വർഷം 30,000. ഫസ്റ്റത്തെ 3 വർഷം 30,000. ഫസ്റ്റത്തെ 3 വർഷം 30,000 രൂപ. പിന്നത്തെ 5 വർഷം കിട്ടുന്നത് 10,000 രൂപ. വർഷം 10,000 രൂപ വെച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണണം, ആദ്യം നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് കാണണം. പേ ബാക്ക് പീരീഡ് കാണാനുള്ള ഇതെന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ 1 lakh ഡിവൈഡഡ് ബൈ 20,000. 1 lakh ഡിവൈഡഡ് ബൈ 20,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 lakh ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, പേ ബാക്ക് പീരീഡ് 1 lakh എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 10,000. നമുക്ക് കിട്ടുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഓരോ വർഷം 20,000. അപ്പോൾ 20,000 1 lakh ഡിവൈഡഡ് ബൈ 20,000 5 ഇയേഴ്സ് എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാണണം. ഇതിന് ആദ്യം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കാണണം. ഫസ്റ്റ് 30,000 എന്തിട്ടുണ്ട് ക്യാഷ് ഇൻഫ്ലോ 30,000. ഈ 30,000 കൂട്ടിയാൽ 60,000. 60,000 30,000 കൂട്ടിയാൽ 90,000. 90,000 10,000 കൂട്ടിയാൽ 1 lakh. പിന്നെ ഈ 1 lakh 10,000 1 lakh 10,000. 1 lakh 10,000 പിന്നെ 1 lakh 20,000.
1,30,000, 1,40,000. അങ്ങനെ എങ്ങനെ ചെയ്യാം? 30,000 കൂട്ടുക, പിന്നെ 30,000 കൂട്ടുക, പിന്നെ 10,000 കൂട്ടുക, 10,000 കൂട്ടുക, കൂട്ടി ഇങ്ങനെ വരും 1,40,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം? ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് നമുക്ക് എത്ര 4ാമത്തെ വർഷം എങ്ങനെ വരുന്നുണ്ട്? 1 lakh. അപ്പോൾ 4 years കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? പേ ബാക്ക് പീരീഡ് നമുക്ക് നേരിട്ട് തന്നെ കാണാം. പേ ബാക്ക് പീരീഡ് 4 years, 1 lakh. 4ാമത്തെ വർഷമാകുമ്പോഴത്തേക്കും 1 lakh നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്, റിട്ടേണായി കിട്ടുന്നുണ്ട്. ബാക്കി പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 1,40,000 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മളെ ക്യാഷ് പോസ്റ്റ് പേ പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് കാണാൻ ഇപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8 വർഷം 20,000 രൂപ വെച്ചിട്ടുണ്ട്. 8 വർഷം 20,000 × 8, 1,60,000 രൂപ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഇത് കിട്ടുന്നുണ്ട് നമ്മളെ ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കണം. 1,20,000 അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മളെ പോസ്റ്റ് പേ പ്രോഫിറ്റബിൾ മെത്തേഡ് 1,60,000 രൂപ. ഓക്കെ അല്ലേ?